നമസ്കാരം. ഞാനിവിടെ ചെയ്യുന്നത് മഞ്ചൂരിയൻ കുംഫു പ്രാക്ടീസാണ്. ഈ മഞ്ചൂരിയൻ കുംഫുവിൽ ഫൈറ്റിങ്ങിന് നിൽക്കുമ്പോൾ എങ്ങനെ നിൽക്കും, അതായത് ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിൽ വെച്ച് ഓപ്പോണൻ്റ് ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് വൈഡാവും. അതിന് ലെഗ് ചേഞ്ചും ചെയ്യാം. ലെഗ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് റൈറ്റ് ലെഗ് ഫ്രണ്ടിൽ വരുമ്പോൾ ഓപ്പോണൻറ്റിൻ്റെ റൈറ്റ് ലെഗ് ഫ്രണ്ടിൽ വരുമ്പോൾ അപ്പോഴും വൈഡാവും. അപ്പോൾ കിക്കൊക്കെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയണത്. എന്ത് കിക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. കിക്കിൽ ഒരുപാട് പേരുള്ള കിക്കുകളുണ്ട്. ആ കിക്കുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. കുറേ കിക്കുകൾ വഴിയേ പറഞ്ഞു തരാം. അതായത് നമ്മൾ ചെയ്യുന്നത് ഒരു എനർജറ്റിക് പ്രാക്ടീസാണ്. എനർജറ്റിക് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ എനർജീനെ വർദ്ധിപ്പിക്കാനായിരിക്കണം. അതല്ലാതെ നമ്മളുടെ എനർജി മറ്റൊരാളുടെ ബോഡിയിൽ അത് ഏൽപ്പിക്കരുത്. അത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് കേടുണ്ടാവും. അതായത് നമ്മളുടെ സ്വയരക്ഷക്കും നമ്മളുടെ ബോഡി ഫിറ്റ്നസ് എനർജിയൊക്കെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുക, അത്രയേ ഉള്ളൂ ഇതിൽ. അതായത് ഒരിക്കലും ഒരാളായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാക്കരുത് ആരും. ഓക്കെ, ഇത് കിക്കുകളെ പറ്റി അറിഞ്ഞിരിക്കുക. കിക്കുകളൊക്കെ ഫൈറ്റിങ്ങിൽ നിൽക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അതായത് സിറ്റുവേഷനനുസരിച്ചായിരിക്കും നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണം, നമ്മൾക്ക് ഇതെല്ലാം പഠിച്ചാലും ഒരു പക്ഷേ നമ്മളുടെ മനസ്സ് ഡൗണായി പോയാൽ നമ്മൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ ഇത് കൊണ്ടു നടക്കണമെങ്കിൽ ഒരാൾ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ ഇത് നമ്മൾ മാക്സിമം വിട്ടുമാറും. പക്ഷേ ഓട്ടോമാറ്റിക്കലി നമ്മളറിയാതെ നമ്മളുടെ ഫൈറ്റ്, നമ്മൾ പഠിക്കുന്ന കിക്ക് നമ്മളറിയാതെ തന്നെ കയ്യിൽ നിന്ന് പോകും. അതായത് കയ്യിൽ നിന്ന് പോകുന്ന പറയുമ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്യും. സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും വെക്കുക. ഒരിക്കലും ഒരാൾ ഉപദ്രവിക്കണ മൈൻഡൊന്നും ഉണ്ടാവരുത്. ഓക്കെ, അതായത് കിക്കിന് ഞാൻ പറഞ്ഞില്ലേ, ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിൽ വെച്ച് ഓപ്പോണൻ്റ് ഓപ്പോണൻ്റ് ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിൽ വെച്ചാൽ അത് ഫൈറ്റ് ചെയ്യണ വിധമാണ് ഇപ്പോൾ പറയണത്. ഇത് ഓപ്പോണൻറ്റിൻ്റെ ലെഫ്റ്റ് ലെഗ് കൊണ്ട് തന്നെ ആ ലെഫ്റ്റ് ലെഗിലോട്ട് സ്കാർഫിൽ ടച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതപ്പോൾ സ്കാർഫിൽ ടച്ച് ചെയ്യണമെന്ന് പറയണത് അത്ര ഇതല്ല, അത്ര പെട്ടെന്ന് കാണികൾക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ വെറുതെ ചെയ്ത് അത് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അതങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്താൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാലൊന്നും നമ്മൾ അയാളടിച്ച് രക്ഷപ്പെടാനൊന്നും പോകില്ല. ആ കിക്ക് അത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതെ, 1 2 ആ സ്കാർഫിൽ തന്നെ, അതായത് ആ ലെഗ് ഓപ്പോണൻറ്റിൻ്റെ ലെഫ്റ്റ് ലെഗിൻ്റെ സ്കാർഫ് കണ്ടറിഞ്ഞ് നമ്മൾ ടച്ച് ചെയ്ത് ഇവിടെ ബോഡി ആംഗിളിൽ നിർത്തി അവിടെ നിന്ന് ടച്ച് ചെയ്യണം. ടച്ച് അത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ശൈലി ഒരു ഇതിൽ കൊണ്ടുവരും. അതുപോലെ ഇപ്പോൾ ടൈസിൽ പെട്ടെന്ന് സിമ്പിളായിട്ട് അടിക്കുക. അതായത് കിക്ക് വെറുതെ ഒരു കിക്കല്ല നമ്മൾ ചെയ്യണം. ഇപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് ഇവിടെ അടിച്ചെന്നുള്ളൂ, പക്ഷെ ആ കിക്കിന് ഒരുപാട് ടെക്നിക്കുണ്ട്. ആ വന്ന കിക്കിൽ ഫോഴ്സ് കയറുന്ന വിധങ്ങളുണ്ട്. അതായത് കിക്ക് വരുമ്പോൾ കണ്ട ബോഡി ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പോയി കാല് വിടന്നവനാ കണ്ട, വിടന്ന് വന്ന് ടക്ക് ഇവിടെ നിർത്തി. അതായത് ബോഡിയുടെ സ്റ്റൈലിൽ തന്നെ നമ്മൾ നിർത്തണം, എന്നിട്ട് അത് അവിടെ പോകണം. ഇല്ലയെന്ന് വെച്ചാൽ അത് ഹാഫിലടിച്ച് ഫുൾ വെയിറ്റ് ഇട്ട് അടിക്കാൻ ആളുടെ ലെഗ് ഈ ടൈ തളർന്നു പോകും ഓപ്പോണൻറ്റിൻ്റെ, അപ്പോൾ ആൾ താഴ്ത്തോട്ട് പോകും. ഇല്ലയെന്ന് വെച്ചാൽ ഫുൾ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഈ ലെഗ് വെച്ചേക്കണുണ്ടോ അവിടെ തന്നെ ആ ലെഗ് നമുക്ക് കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. കണ്ടോ, അവിടെ തന്നെ. ഇതൊക്കെ ഒരുപാട് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ആ കിക്കുകളൊക്കെ വരുള്ളൂ. അപ്പോൾ ഓക്കെ, നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് എൻ്റെ പ്രാക്ടീസ് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ.